സോ മോട്ടറോളയുടെ G72 4G എന്ന പുതിയൊരു ഫോൺ കൂടി ഇന്ന് ലോഞ്ച് ചെയ്യേണ്ടായി. ഇത് ആക്ച്വലി G71 5Gയുടെ ബോക്സാണ്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാണ്. തമ്മിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എടുത്ത് വെച്ചായിരുന്നു. അപ്പം G71 5Gയുടെ സക്സസറാണ് G72 4G ഫോണാണ്, 5G അല്ല. സോ ഓൾഡ് മോഡൽ 5Gയും പുതിയ മോഡൽ 4G ആണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷൻസ് വൈസ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് G72 വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യയിൽ 5G ലോഞ്ച് ചെയ്തത്. അപ്പോഴത്തേക്കും 4G ഫോൺ വീണ്ടും ലോഞ്ച് ചെയ്യലായി. എന്തായാലും ഓവറോൾ എല്ലായിടത്തും 5G വരണമെങ്കിൽ എന്തായാലും ഒരു 2 years എന്തായാലും എടുക്കും. സോ അതുകൊണ്ട് ഇപ്പോൾ ഒരു 5G ഫോൺ വാങ്ങുന്നതിൽ പ്രശ്നമൊന്നും തന്നെയില്ല. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്, പ്രൈസും ഫീച്ചേഴ്സും ഓവറോൾ ഫോൺ എങ്ങനെയുണ്ട്, കൊള്ളാം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിലൊറ്റ വീഡിയോ നോക്കാം. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റ വേരിയൻറ്റിൽ മാത്രമേ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളൂ. 6GB 128GB ആണ്. ഈ ഒരു വേരിയൻറ്റിൻ്റെ ലോഞ്ചിങ് പ്രൈസ് എന്ന് പറയുന്നത് 18,999 ആണ്. പക്ഷേ ഓഫർ പ്രൈസ് ആയിട്ട് 15,999 കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് സെയിൽ വരുന്നത് 12th ഒക്ടോബറിനാണ്. സോ ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫോണാണ്. സോ ഓഫർ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം 16,000 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ പ്രൈസ് റേഞ്ച് വെച്ച് ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്ക് പേഴ്സണലി അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് ഡിസൈൻ. കാര്യമായിട്ട് പുതിയൊരു ലേറ്റസ്റ്റ് ഡിസൈൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ഡിസൈൻ വെച്ച് പുതിയ ഫോൺസിൻ്റെ ഒക്കെ വലിയ ക്യാമറ ലെൻസൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് നോർമലി ഒരു പഴയ ഫോണിൻ്റെ ഒക്കെ ലുക്സാണ് വരുന്നത്. ബാക്കിലായിട്ട് മോട്ടറോള ലോഗോവും താഴത്തായിട്ട് മോട്ടറോളയുടെ എന്ന് എഴുതിയിട്ടും കൊടുത്തിട്ടുണ്ട്. ബാഡ്ജിങ്ങും വരുന്നുണ്ട്. സോ പ്ലാസ്റ്റിക് ഡിസൈനാണ് വരുന്നത്. 2 കളർ വേരിയൻറ്റ് വരുന്നുണ്ട്. ബ്ലൂവും ബ്ലാക്കും കളർ വരുന്നുണ്ട്. പിന്നീട് 7.9 mm ആണ് തിക്നെസ് ആയിട്ട് വരുന്നത്. 165 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. തിക്നെസ്സും അധികമില്ല, വെയിറ്റും ഭയങ്കര, എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഫോൺ ഇത് തന്നെയായിരിക്കും. കാരണം 5000 mAh ബാറ്ററി ഈ ഒരു ഫോണിലുണ്ട്. എന്നിട്ട് പോലും അത്രത്തോളം വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. വെയിറ്റ് കുറഞ്ഞ ഫോൺസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ ഡിസൈൻ വൈസ് ഞാൻ പറഞ്ഞു, എനിക്ക് അത്രത്തോളം ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല ഈ ഒരു ഫോണിൽ വരുന്നത്. ഒരു നോർമൽ ഒരു പഴയ ഒരു ഫോണിൻ്റെ ഡിസൈൻ പാറ്റേൺ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ 10 POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു പ്രൈസിൽ ആദ്യമായിട്ടാണ് ഇത്രക്കും ക്വാളിറ്റിയിലെ 10 ഡിസ്പ്ലേ ഉള്ള ഫോൺസൊക്കെ വരുന്നത് തോന്നുന്നു. 20,000 രൂപക്ക് മുകളിൽ വരാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. 16,000 രൂപയുടെ ഫോണിലൊക്കെ 10 ഡിസ്പ്ലേ ഉള്ള വേറെ ഫോൺ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. സോ അത്യാവശ്യം പിന്നീട് 120 Hz ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1300 nitsൻ്റെയാണ് ബ്രൈറ്റ്നസ് വരുന്നത്, പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെയുള്ള അത്രത്തോളം വലിയൊരു പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് 576 Hz ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറഞ്ഞില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ മൾട്ടിമീഡിയ നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സോ മൾട്ടിമീഡിയ നോക്കി നിങ്ങളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. HDR10+ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല, അവിടെ കറക്റ്റായിട്ട് പറയാത്തത്. സോ ഓൾമോസ്റ്റ് നിങ്ങളൊരു മൾട്ടിമീഡിയ വെച്ചൊരു ഫോൺ അല്ലെങ്കിൽ മെയിനായിട്ട് ഡിസ്പ്ലേ അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം മൂവീസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ബെസ്റ്റ് ചോയ്സിനായിരിക്കും. കാരണം ഡിസ്പ്ലേ വൈസ് വേറെ ലെവൽ തന്നെയാണ്, യാതൊരു തരത്തിലുള്ള സംശയവും അതിൽ പറയാനില്ല. പിന്നീട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 108 MP സാംസങ്ങിൻ്റെ HM6 എന്ന ലേറ്റസ്റ്റ് സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നീട് 2 MB മാക്രോ ലെൻസും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K വീഡിയോ റെക്കോർഡിങ് പറ്റൂല. ഓൺലി 16 FPS വീഡിയോസ് മാത്രമേ മാക്സിമം നമുക്ക് റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സെൽഫി ക്യാമറ 16 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. ആ ഒരു ക്യാമറയിലും 1080p 13 FPS വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. സോ ഓവറോൾ ക്യാമറ വൈസ് മോട്ടറോള ഫോൺസ് അത്രക്കും ഗംഭീര ക്യാമറ ഒന്നും ഒരിക്കലും കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ മെഗാപിക്സൽ കൂടുതലുണ്ട് എന്ന് മാത്രമല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ട് എന്നൊക്കെ തോന്നുന്നില്ല. ഒരു ഡീസൻറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് ഒരു ബെസ്റ്റ് ക്യാമറ ഒന്നും ഒരിക്കലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്യാമറ റിവ്യൂസൊക്കെ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുന്ന സമയത്ത് സ്പെസിഫിക്കേഷൻസ് കൊള്ളാം, പക്ഷേ സ്പെസിഫിക്കേഷൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല.
ആ രീതിയിലുള്ള ക്യാമറ ഒരിക്കലും ഉണ്ടാവാൻ ഇപ്പോഴത്തെ ഫോണിൽ ഉണ്ടാവാറില്ല. കാരണം ഇപ്പോഴത്തെ എല്ലാ ഫോണിലും മെഗാ പിക്സൽ കൂടുതൽ മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള ക്വാളിറ്റി ഒരു ഫോണിലും പ്രൊവൈഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ക്യാമറ റിവ്യൂസൊക്കെ നോക്കുക, ഇന്നിറങ്ങിയ ഫോണായതുകൊണ്ട് ക്യാമറ റിവ്യൂസ് ഒന്നും അത്രത്തോളം ഇല്ല. വീഡിയോസൊക്കെ നോക്കിയിട്ട് മാത്രം ക്യാമറയ്ക്ക് പ്രിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. മെയിനായിട്ട് ഫീച്ചേഴ്സൊക്കെ ഉണ്ടോ നോക്കാം. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഫോണിൽ വരുന്നുണ്ട് ക്യാമറ വൈസ്. സോ ക്യാമറ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡീസൻറ്റ് ക്യാമറ മാത്രമാണ് ഇതിൽ വരുന്നത്. പിന്നീട് പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിയടെക്കിൻ്റെ ഹീലോ G99 എന്ന പ്രോസറാണ്. ഇത് 6 നാനോമീറ്ററിൻ്റെ പ്രോസറാണ്. അത്യാവശ്യം പവർ എഫിഷ്യൻസി ആയിട്ടുള്ള പ്രോസറാണ്. സോ ഇതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 3,75,000 ഒക്കെയാണ് വരുന്നത്. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫോൺ തന്നെയാണ്. ഇതിലും ഒരു ഗംഭീര പെർഫോമൻസ് എന്ന് പറയാനില്ല. ഒരു നോർമലി ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഗെയിംസ് കളിക്കാൻ വേണ്ടി പറ്റുന്നൊരു പെർഫോമൻസിലൊരു ഫോൺ തന്നെയാണ്. പിന്നീട് ഈ ആൻഡ്രോയിഡ് 12 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. പിന്നീട് ഈ ഒരു ഫോൺ 3 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും അതുപോലെ തന്നെ 1 ഇയറിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും മോട്ടറോള അഷ്യൂർഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും തരുന്നതാണ് പറയുന്നത്. അതിപ്പോൾ ഒട്ടുമിക്ക ഫോണിലും തരാറുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ കറക്റ്റായിട്ട് തരുന്നവർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നീട് സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്നത്. പ്യൂർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല, എന്നാലും നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന UA ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്ന് പറയാം, പക്ഷേ മോട്ടറോള ഒരുപാട് കാര്യങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും സ്റ്റോക്ക് ആൻഡ്രോയിഡും ആഡ്സും കാര്യങ്ങളും ഇല്ലാത്ത ഒരു UA തന്നെയാണ് വരുന്നത്. പിന്നീട് മോട്ടറോളയുടെ തിങ് ഷീൽഡ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാറ്ററി വൈസ് നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ് വൈസ് നോക്കുന്ന സമയത്ത് ഡിസൈൻ ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് അത്രത്തോളം ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ഫോൺസിൻ്റെ ഡിസൈനൊന്നും തന്നെ ഫോണിലൊരു പഴഞ്ചൻ ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഡിസൈൻ എനിക്ക് അത്രത്തോളം ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഡിസ്പ്ലേ ഇമ്പ്രസീവായ പറ്റൂ, കാരണം അത്രത്തോളം ബെസ്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് അല്ല, അത് കുറച്ച് കൂടി പോയി, ഒരു പ്രീമിയം മിഡ് റേഞ്ച് ഫോണിലൊക്കെ തന്നെ വരുന്ന രീതിയിലുള്ളൊരു മികച്ച ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 10 ബീറ്റിൻ്റെ ഒക്കെയാണ് ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 1300 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുള്ളത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റും എല്ലാ കാര്യത്തിലും ഡിസ്പ്ലേ ബെറ്റർ തന്നെയാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നീട് 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും. മിയടെക്കിൻ്റെ ഹീലോ G99 പ്രോസർ കുഴപ്പമില്ലാത്ത പ്രോസർ വരുന്നുണ്ട്. 108 MB ക്യാമറ, 16 MB സെൽഫി ക്യാമറ. ഓവറോൾ നൈസായിട്ടുള്ള ഫോൺ തന്നെയാണ്. 18,999 എന്ന പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോണിൽ 5G ഇല്ല എന്നുള്ളത് മാത്രമേ ആകപ്പാടുള്ളൊരു പോരായ്മയായിട്ട് പറയാനുള്ളൂ. അതില്ലാതെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപയ്ക്ക് താഴെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഈ മോട്ടറോള G72 എന്ന ഫോൺ. അതിൽ യാതൊരു തരത്തിലും സംശയമില്ല. പക്ഷേ 5G വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 5G എടുക്കുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലാത്തവർ ഈ ഒരു ഫോൺ എടുക്കുക, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക. സോ ഓവറോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. കൊടുക്കുന്ന പ്രൈസിന് വേർത്തായുള്ള ഫോൺ തന്നെയാണ്. ഓഫർ പ്രൈസ് നോക്കുന്ന സമയത്ത് 16,000 രൂപ കിട്ടുന്നുണ്ട്. 16,000 രൂപക്ക് വേറൊരു ഫോണും ഇത്രക്കും സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊന്നും തന്നെ ഇറങ്ങിയിട്ടില്ല. അതിൽ നോക്കുന്ന സമയത്ത് G72 നല്ലൊരു ബെസ്റ്റ് ആയുള്ള ഓപ്ഷൻ തന്നെയാണ്. സോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.